കോഴിക്കോട്ടേക്കാണ് ഇനി. വടകര പുത്തൂരിൽ റിട്ടയർഡ് പോസ്റ്റ്മാനെയും മകനെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘം അറസ്റ്റിലായിരിക്കുന്നു. കൊട്ടേഷൻ നൽകിയ മനോഹരനടക്കം 5 പേരാണ് അറസ്റ്റിലായത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം റിട്ടയർഡ് പോസ്റ്റ്മാനായ രവീന്ദ്രന്റെ കാൽ തല്ലിയൊടിക്കുകയായിരുന്നു. ഇത് തടയാനെത്തിയപ്പോഴാണ് മകൻ ആദർശിനും മർദ്ദനമേറ്റത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10:45 റിട്ടയർഡ് പോസ്റ്റ്മാനായ പാറേമൽ രവീന്ദ്രനെയും മകൻ ആദർശിനെയും മുഖംമൂടി ധരിച്ച് വീട്ടിൽ കയറി ആക്രമിച്ചത്. രവീന്ദ്രന്റെ കാൽ തല്ലിയൊടിക്കുകയും തടയാനുള്ള ശ്രമത്തിനിടയിൽ മകൻ ആദർശിന് പരിക്കേൽക്കുകയും ചെയ്തു. കാലിന് പരിക്കേറ്റ രവീന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസിൽ അറസ്റ്റിലായ മനോഹരനാണ് രവീന്ദ്രനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്ന് വടകര പോലീസ് പറഞ്ഞു. ഇവർ തമ്മിലുള്ള വസ്തുതർക്കമാണ് കൊട്ടേഷൻ ആക്രമണത്തിൽ കലാശിച്ചത്. പുത്തൂർ ശ്യാം നിവാസിൽ മനോഹരൻ, വില്യാപ്പള്ളി സ്വദേശികളായ പനയുള്ളമീത്തൽ സുരേഷ്, കാഞ്ഞിരവള്ളിക്കുനിയിൽ വിജീഷ്, പട്ടർപ്പറമ്പത്ത് രഞ്ജിത്ത്, ചുണ്ടയിൽ മനോജൻ എന്നിവരെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അറസ്റ്റിലായ 5 പ്രതികളെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ ഒരാൾ കൂടെ പിടിയിലാകാനുണ്ടെന്ന് വടകര CA അറിയിച്ചു.